ചില മഹാന്മാരെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാൽ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ അത്തിപ്പറ്റ ഉസ്താദിനെ ഡയറക്റ്റ് മുഖത്തേക്ക് മുഖം നോക്കിയിരിക്കും. 5 മിനിറ്റ് നോക്കി നിങ്ങളെ കൊണ്ട് പറ്റും. സംഭവം ഒരു ഒക്കെ ശരിയാണ്. ഡയറക്റ്റ് ആ മുഖത്ത് നിന്നും നിങ്ങളുടെ കണ്ണിലേക്ക് ഒരു 5 മിനിറ്റ് നോക്കിയിരിക്കാൻ പറ്റൂല. ഭയങ്കര പ്രശ്നമാണ്. അതിങ്ങനെ ബഹുമാനപ്പെട്ടവരങ്ങനെ നോക്കൂലല്ലോ, അങ്ങനെ നോക്കൂല. അത് നമ്മളോട് അങ്ങനെ നോക്കുന്നത് അതപകേടാണെന്ന് കരുതിയിട്ട് നോക്കാത്ത, നമുക്ക് അങ്ങനെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അവരൊക്കെ അത്രത്തോളം ത്യാഗം ചെയ്തിട്ട് ജീവിച്ചവരാണ്. ജീവിതവും മരണവും മരണത്തിന് ശേഷവും ഒക്കെ നമുക്ക് ഒരുപാട് പാഠം നുകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവരൊക്കെ. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇരുത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാലും അതിന്റെ കുറച്ചെങ്കിലും നമ്മുടെ വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഈ ചെറിയ സാധനത്തിന്റെ അകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കണ്ടേ? ഒരു സഹോദരനോട് പറഞ്ഞ, ഉസ്താദേ, ഇഖ്ലാസ് കൂടുതൽ കിട്ടാൻ വേണ്ടി കണ്ണു തുറന്ന് നിസ്കരിച്ചാൽ, ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ കെട്ടുമ്പോൾ പള്ളി പോണത് കാണും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ റോഡിൽ നടക്കുക, പള്ളിക്കകത്ത് നിന്ന് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുമ്പോൾ ജനലിലൂടെ നോക്കി പുറത്തേക്ക് അല്ലാഹു ജനലിലൂടെ ഇങ്ങനെ നോക്കും. RKV ബസ് പോണത്, ആൾക്കാരിങ്ങനെ പോണത്, പാലും കൊണ്ട് പോകണം, ആരെങ്കിലും അതിൽ സൈക്കിളിൽ പോകണം, എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കണം, നിസ്കരിക്കണം. ഇല്ല, ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ തക്കവയും നമ്മുടെ ഇക്കാരും ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. സഹോദരിമാരെ നിസ്കരിക്കാൻ കഴിയിട്ട് എന്തൊക്കെ അവിടെ നടക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും. എഴഞ്ഞു വരുന്ന കൊച്ചിനെ അടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും, ജനലിൽ തൂക്കിയിടും, ഒക്കെ ചെയ്യും. സുജൂദി പോണ സമയത്ത് ഒക്കെ നടക്കും. ഇതൊക്കെ ഒരു 2 റക്അത്തിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ആ സഹോദരൻ പറയുന്നു, കണ്ണു തുറന്നു വെച്ച് നിസ്കരിച്ചാൽ ഇത്രയും പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ണടച്ചിട്ട് അങ്ങോട്ട് ഇഖ്ലാസ് വരട്ടെ. കണ്ണടച്ച ഉറക്കം വരും ഉസ്താദ്, പ്രശ്നം. കണ്ണ് തുറന്നാ പല്ലി വരും, കണ്ണടച്ച ഉറക്കം വരും. ഇത് രണ്ടിന്റെയും പ്രശ്നം ഇഖ്ലാസ് ഇല്ലാത്തതാണ്. കണ്ണടച്ചിട്ട് പോലും നമുക്ക് ഏകാഗ്രത കിട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? കണ്ണടച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ചില മഹാന്മാര് പറയാം. കറാഹത്താണെന്ന് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ ചില ആളുകൾ ഇഖ്ലാസ് കിട്ടാൻ വേണ്ടി, നിഷ്കളങ്കത കൂട്ടാൻ വേണ്ടി കണ്ണടച്ച് നിൽക്കുന്നവരുണ്ട്. എന്നിട്ട് പോലും ചിന്തയെ അങ്ങോട്ട് ഏകീകരിച്ച് നിർത്താൻ പറ്റണില്ല എങ്കിലും. ഇപ്പൊ ഞാൻ ദുആ ചെയ്യാൻ, സമാപന ദുആ തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളതാണ് അതിൻ്റെ ഇടയിൽ തുണ്ട് തരിക എന്ന് പറയുന്നത്. പക്ഷെ സംഘാടകരെ കുറ്റം പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു ദുആവസിയത്തായിരിക്കും, അവർ പറയാൻ മറന്നുപോയതായിരിക്കും. നമ്മളെ നേരം വാശി കാണിച്ച് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പാവങ്ങളാണ്. ഒരു തുണ്ട് വന്നിട്ട് ദുആ ചെയ്തുകൊണ്ട് ഇടയ്ക്കിടെ തരുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേസ്.